എല്ലാവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കാനല്ലോ. ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമാണ്. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പരീശ പ്രമാണികളിൽ ഒരുവന്റെ ഭവനത്തിൽ ശിഷ്യന്മാരുമായി അത്താഴം കഴിക്കാൻ ചെന്നപ്പോൾ പന്തിയിലിരുന്ന ഒരുവൻ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം ഉപമയിലൂടെ പറയുകയാണ്. ഒരു മനുഷ്യൻ ഒരു വലിയ അത്താഴം ഒരുക്കിയിട്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികളെന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന ചില ആളുകളെ അദ്ദേഹം ക്ഷണിച്ചു. എന്നാൽ അത്താഴം ഒരുങ്ങിയതിന് ശേഷം ആളയച്ച് വീണ്ടും അവരെ വിളിപ്പിക്കുന്ന സമയത്ത് ഒന്നാമത്തവൻ പറഞ്ഞു, ഞാൻ കുറച്ച് നിലം മേടിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വന്ന് വിരുന്നിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല. രണ്ടാമത്തവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങിയതുകൊണ്ട് എനിക്ക് അത്താഴത്തിന് വരാൻ പറ്റില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ അത്താഴത്തിന് വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്ഷണിക്കപ്പെട്ട VIP പലരും പല കാരണങ്ങളും പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവായ സമയത്ത് അതിൽ കോപിഷ്ഠനായ യജമാനൻ ദാസനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ വീഥികളിലും ഇടത്തെരുക്കളിലും പോയി ദരിദ്രന്മാരെയും അംഗഹീനരെയും കുരുടന്മാരെയും മുടന്തരെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഈ പന്തിയിൽ ഇരുത്താൻ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, എന്നെ ചിന്തിപ്പിച്ചത് ഇതാണ്. പലപ്പോഴും വലിയ യോഗ്യതയുള്ള പലർക്കും ഒരുങ്ങിയ പന്തികളിലാണ് സ്വർഗത്തിലെ ദൈവം നമുക്കിരിക്കാൻ അവസരം നൽകിയത്. VIP വേണ്ടിയിട്ട് ഒരുക്കിയ ഈ പന്തിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ദരിദ്രന്മാരാണ്, കുരുടന്മാരാണ്, മുടന്തന്മാരാണ്, അംഗഹീനരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു VIP സോഫയിലൊന്നും ഇരുന്നിട്ടില്ലാത്ത, ഒരു VIP ആഹാരം കഴിച്ചിട്ടില്ലാത്ത, ആ വിരുന്നു പന്തികളിലൊന്ന് കയറിച്ചെന്ന് വീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ് ഈ പന്തിയിൽ നിന്നിരിക്കുന്നത്. യോഗ്യന്മാരായ പലർക്കും ആ അവസരം നിഷേധിക്കപ്പെട്ടു. പിന്നൊരു ദിവസത്തിലേക്ക് യജമാനൻ വിരുന്ന് മാറ്റിവെച്ചില്ല. അവർക്ക് വേണ്ടി പിന്നെ വിരുന്നേ ഒരുങ്ങിയില്ല. പക്ഷേ ഇടത്തെരുക്കളിൽ കിടന്ന്, വീഥിക്കരികിൽ കിടന്ന്, തെരുക്കോണുകളിൽ കിടന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പന്തി ഒരുക്കി കൊടുത്തു. ഈ സമൂഹത്തിൽ യോഗ്യതയുള്ള പലരും കർത്താവിനെ ആരാധിക്കാനും അവനെ കൈക്കൊള്ളാനും വിമുഖത കാണിച്ച് മാറി നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇടത്തെരുക്കളിൽ നിന്ന് ചിലരെ വിളിക്കും. എടുത്തു പറയത്തക്ക പാരമ്പര്യമില്ലാത്ത, എടുത്തു പറയത്തക്ക സവിശേഷതകളില്ലാത്ത ചിലരെയൊക്കെ ആ പന്തിയിൽ വിളിച്ച് വേർതിരിക്കും. ആ അത്താഴം കഴിക്കാൻ ഭാഗ്യം ലഭിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വിശിഷ്ടമായ ചില സ്ഥലങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ഈ വേദഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു, അംഗഹീനരെയും മുടന്തരെയും ദരിദ്രരെയും കുരുടരെയും ഒക്കെ വിളിച്ചിരുത്തിയതിന് ശേഷവും യജമാനനോട് ദാസൻ പറയുകയാണ്, ഇനിയും സ്ഥലമുണ്ട്. സ്ഥലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സീറ്റ് ഒഴിവുണ്ടെന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഇനിയും എവിടെയൊക്കെയോ സീറ്റുകൾ ഒഴിവായി കിടപ്പുണ്ട്, എവിടെയൊക്കെയോ വിലപ്പെട്ട സീറ്റുകൾ ഒഴിവായി കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്കത് വിശ്വസിച്ച് യാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, പലപ്പോഴും പലരെയും ക്ഷണിക്കുമ്പോൾ ഞങ്ങൾ നോക്കി നിന്നവരാണ്. ഞങ്ങളുടെ അടുത്ത് നിന്നവരെ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ നോക്കി നിന്നവരാണ്. ഞങ്ങളുടെ കൂടെയുള്ളവരെ വിളിച്ചപ്പോൾ ഞങ്ങൾ നോക്കി നിന്നവരാണ്. കർത്താവെ, അതേ വിലപ്പെട്ട സീറ്റുകളെ നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ദൈവമാണല്ലോ. പല ശ്രേഷ്ഠന്മാരും വിമുഖത കാണിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവമേ, ഒരു ശ്രേഷ്ഠതയും പറയാനില്ലാത്തവരെ നീ അവിടുന്ന് വിളിച്ചു വേർതിരിച്ചു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവ് ഒരു വലിയ വിശിഷ്ടമായ പന്തി ഒരുക്കിയിട്ടുണ്ട്. അവിടെ യോഗ്യതകളില്ലെങ്കിലും അയോഗ്യതകളുമായി കടന്നു വന്ന് ദൈവസന്നിധിയിൽ ആ പങ്ക് ലഭിക്കാൻ, ആ പങ്കിന് ഓഹരിക്കാരാകാൻ ഞങ്ങളെ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടനായി സ്തുതിക്കുന്നു. മാനവും മഹത്വം അവിടെ നിന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ.